മലപ്പുറം നഗരസഭ നമ്പ്രാണിക്കടവ് റെഗുലേറ്റർ പദ്ധതിയുടെ പൂർത്തീകരണോദ്ഘാടനം 11-ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി. റിനിഷ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 23 കോടി രൂപ ചിലവഴിച്ചാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയുടെ നമ്പ്രാണിക്കടവ്, മണൽക്കടവ് കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനായി 2019-ലാണ് പദ്ധതി ആരംഭിച്ചത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് DPR തയ്യാറാക്കി 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കാൻ നിശ്ചയിച്ച പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിനായി 16.40 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. തുടർന്ന് 2022 ജൂൺ 25-ന് നിർമ്മാണം ആരംഭിക്കുകയും അന്നത്തെ മലപ്പുറം MLA ഉബൈദുള്ള ഔദ്യോഗിക നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പ്രതികൂല സാഹചര്യങ്ങൾ കാരണം പലപ്പോഴും നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നെങ്കിലും 2026 മെയ് 15-ന് ഒന്നാം ഘട്ട പ്രവൃത്തികൾ വിജയകരമായി പൂർത്തീകരിച്ചു. ആകെ 60 മീറ്റർ നീളവും പിയറുകൾക്ക് 17.80 മീറ്റർ ഉയരവുമുള്ള റെഗുലേറ്ററിൽ പരമാവധി 4.80 മീറ്റർ ഉയരത്തിൽ വെള്ളം സംഭരിക്കാനാകും. മുഴുവൻ സംഭരണശേഷിയിലാകുമ്പോൾ 13 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ഏകദേശം 2200 മില്യൺ ലിറ്റർ വെള്ളം സംഭരിക്കാൻ ഇതിലൂടെ സാധിക്കും. യാന്ത്രികമായി പ്രവർത്തിപ്പിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയുള്ള 1 ഷട്ടറും 6 മീറ്റർ നീളത്തിലുള്ള കോൺഗ്രസ് സ്ഥിരതടയണയും ഇതിലുണ്ട്. പ്രധാന സിവിൽ പ്രവൃത്തികൾക്ക് പുറമെ ഇലക്ട്രോ മെക്കാനിക്കൽ, ഇലക്ട്രോണിക് പ്രവൃത്തികളും ജനറേറ്റർ റൂമും ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിട്ടുണ്ട്. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ റെഗുലേറ്ററിന്റെ മുകൾ ഭാഗത്തേക്കും താഴെ ഭാഗത്തേക്കുമുള്ള പുഴയുടെ സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. 6.60 കോടി രൂപ ചെലവ് വന്ന രണ്ടാം ഘട്ടം മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ അമൃത് വിഷൻ ഫണ്ട് വഴിയാണ് നേരിട്ട് നടപ്പിലാക്കിയത്. പദ്ധതി യാഥാർത്ഥ്യമായതോടെ കാലങ്ങളായി ജലക്ഷാമം അനുഭവിച്ചിരുന്ന നമ്പ്രാണിക്കടവ്, മണൽക്കടവ് കുടിവെള്ള പദ്ധതികൾക്ക് വലിയ ആശ്വാസമാകും. ഇതിനു പുറമെ കേരള വാട്ടർ അതോറിറ്റിയുടെ കാട്ടുങ്ങൽ, ഊരകം, മേൽമുറി, കുട്ടശ്ശേരി കുടിവെള്ള പദ്ധതികൾക്കും കോട്ടയ്ക്കൽ, കുട്ടശ്ശേരി, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളുടെ കീഴിലുള്ള ചെറുകിട കുടിവെള്ള പദ്ധതികൾക്കും ആവശ്യമായ വെള്ളം ലഭ്യമാകും. പ്രദേശത്തെ ഏകദേശം 1500 ഹെക്ടർ കൃഷിഭൂമിയിലേക്കുള്ള ജലസേചനത്തിനും ഈ പദ്ധതി ഏറെ ഉപകാരപ്പെടും. ശനിയാഴ്ച വൈകുന്നേരം 4-ന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി പദ്ധതി നാടിന് സമർപ്പിക്കും. വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിൽ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഹാരിസ് ആമിയൻ, മറിയുമ്മ ഷെരീഫ് കോണോത്തൊടി, ആബിദ എട്ടുവീട്ടിൽ, സമീറ മുസ്തഫ, കൗൺസിലർ K.K. ഉമ്മർ, മൈനറർ ഇറിഗേഷൻ എഞ്ചിനീയർ ഷബീബ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. ലോകകപ്പ് ആവേശം ഇത്തവണ ബിഗ് സ്ക്രീനിലായാലോ? അതെ, റെഡി കാശ് ആവശ്യമില്ലാത്തതിന് 20% മാത്രം ആദ്യം നിലയ്ക്കൊണ്ട് ഇഷ്ടമുള്ള TV ഇനി പർച്ചേസ് ചെയ്യാം. ഈ ഫുട്ബോൾ പൂരം അതിന്റെ ആവേശം ഒട്ടും ചോരാത്തിന് ഹൈ ക്വാളിറ്റിയിൽ കാണാൻ ഇതാ 4K ടിവികൾ. അപ്പൊ ഇനി അതിന്റെ ബാക്കി തുകയോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ബേയ്മെന്റ് നിങ്ങൾക്ക് നൽകുന്നു പലിശരഹിത മാസത്തവണയിൽ. അപ്പോൾ നിങ്ങളുടെ TV അപ്ഡേറ്റ് ചെയ്യാൻ വിളിക്കൂ ബേയ്മെന്റിലേക്ക്. Making it easy. Valancheri. Phone 9526 001 003.